ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഒരു ദൗത്യത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങളുടെ എന്താണ് ദൗത്യം? ഞങ്ങളുടെ ലോൺ കണ്ടോ. ആക്ച്വലി ഇത് കുറച്ച് നാൾ മെയിൻറ്റെയിൻ ചെയ്യാതെ കിടന്നുകൊണ്ട് കുറേ പുല്ലൊക്കെ പോയി മോശമായിരുന്നു. അപ്പം ഞങ്ങൾ ഇത് വീഡിയോ എടുക്കാൻ ഉദ്ദേശമല്ല, അതുകൊണ്ട് മുൻപത്തെ സ്റ്റെപ്പൊന്നും ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. എന്താണ് മുൻപത്തെ സ്റ്റെപ്സ് എന്തൊക്കെയാ ചെയ്തത്? കുറേ മോസ് ഉണ്ട്. ഇങ്ങനെ മോസ് ഉള്ള കാരണം മോസിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു, നിങ്ങൾക്ക് കണ്ടറിയാവുന്നല്ല, ഒരു ബ്ലാക്ക് കളർ ഉണ്ട്. അപ്പോൾ അതിനൊരു മോസ് കില്ലർ ഉണ്ട്. അപ്പോൾ അത് അടിച്ചു ആദ്യം. അപ്പോൾ അത് എന്നിട്ട് അപ്പോൾ അതിങ്ങനെ ബ്ലാക്ക് കളറാവും ഒരു 5-6 ദിവസത്തിനുള്ളിൽ. അതിന് റേക്ക് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞ് നമ്മളൊരു സ്കാരിഫയർ വെച്ച് സ്കാരിഫൈ ചെയ്തു. പുതിയൊരു റൊട്ടിവേറ്റർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിങ്ങനെ എന്താ പറയുക, നമ്മുടെ ക്ലോ പോലെയാണ്. അപ്പം ഇങ്ങനെ ഒരു വര പോലെ ഇങ്ങനെ വരും. എന്നിട്ട് അതിൽ നമ്മൾ ഓവർ സീഡ് ചെയ്യണം, എന്നും നനയ്ക്കണം. വീണ്ടും വീണ്ടും ചിലപ്പോൾ പാച്ചിങ് ഫിക്സ് ചെയ്യേണ്ടി വരും. ഞങ്ങൾ ഇതുവരെ ചെയ്യാത്തൊരു പരിപാടിയാണ്. അപ്പോൾ നിങ്ങളെ കൂട്ടാന്ന് വിചാരിച്ചു. ശരിയാവുമെന്ന് അറിയില്ല. ഓക്കെ, ഞങ്ങൾ ചെയ്യാൻ പോകുന്ന പരിപാടി ടൈം ലൈപ്സ് ആയിട്ടേ ചെയ്യുള്ളൂ. ഇതിനകത്തുനിന്ന് എല്ലാം ഒന്ന് റോട്ടിവേറ്റ് ചെയ്യുക, സ്കാരിഫൈ ചെയ്യുക, ഓവർ സീഡ് ചെയ്യുക, വെള്ളം ഒഴിക്കുക, പുല്ല് വരുമെന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ അതിന്റെ അപ്ഡേറ്റ് നമുക്ക് ഒരു 5-10 ദിവസത്തിന് ശേഷം ഇടാം. അപ്പൊ നമുക്ക് ചെയ്യാം. ഇന്ന് അത്ര വെയിലില്ല, പക്ഷെ വേഗം ചെയ്തേക്കാം, വെയിൽ വരും മുന്നേ. നിങ്ങൾക്ക് കാണാമെന്നറിയില്ല, ഇങ്ങനെ പാട് പോലെയുണ്ട്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഓവർ സീഡ് ചെയ്യാൻ പോണത്. അപ്പൊ ഇത് ഇങ്ങനെ മൊത്തം ഇവിടെ ചെയ്യണം. മൊത്തം ഓൾറെഡി മുട്ടയായിട്ടിരിക്കുകയാണ് ലോൺ. അപ്പൊ ഇനി ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. നമ്മൾ റോട്ടിവേറ്റർ വെച്ചിട്ട് മൊത്തത്തിലൊന്ന് ഇങ്ങനെ മാന്തി വിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് റേക്ക് ചെയ്ത് കളയണം. അത് കഴിഞ്ഞാൽ സീഡ് ചെയ്യണം, മണ്ണിടണം. അപ്പോൾ ഇനി ഫുള്ള് റേക്ക് ചെയ്ത് വൃത്തിയാക്കിയിട്ട് കാണാം. സീഡ് ഇട്ടു മുഴുവനല്ല, കുറവശമായിട്ട്. ബിക്കോസ് ഞങ്ങളുടെ മണ്ണ് തയ്ക്കുമെന്ന് സംശയമുണ്ട്. അപ്പോൾ ഓരോ സൈഡ്. അപ്പോൾ നിങ്ങൾക്ക് വിത്ത് ഈ കാണുന്ന വെള്ള ഇതാണ്. അപ്പം അതിൻ്റെ മേലേക്കൂടെ കുറച്ച് മണ്ണ് നമ്മൾ വെതറി കൊടുക്കുകയാണ്. കുറച്ചും കൂടി ഇടണം. അങ്ങനെ ഇത് മുഴുവൻ നിറയ്ക്കണം. അപ്പോൾ ഇനിയും കുറച്ചും കൂടെ മണ്ണ് മേടിക്കേണ്ടി വരും. നമ്മുടെ അടുത്ത് ഇനി 40 ലിറ്റർ മണ്ണ് ഓൾറെഡി കഴിഞ്ഞു. പിന്നെ അങ്ങനത്തെ 2 പാക്കറ്റും കൂടെ ഉള്ളൂ. അപ്പോൾ അത് എത്രത്തോളം വരെ വിത്തിടും. അത് കഴിഞ്ഞ് നമ്മൾ ബാക്കി മണ്ണ് മേടിച്ചിട്ട് ഇന്ന് തന്നെ ചെയ്യണമെന്നാണ് വിചാരിക്കണം. അപ്പോൾ നമ്മൾ ക്ലീൻ ആക്കിയിട്ട് ഇതാണ് കോലം. ഇപ്പം പുല്ലൊന്നും ഉള്ള പോലെ ഇല്ല, പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു സ്ക്രാച്ച് വന്ന പോലെയുണ്ട്. അപ്പോൾ അതിലിടുന്നു, മണ്ണിടുന്നു, നനയ്ക്കുന്നു. നമ്മുടെ ഏത് പരിപാടി പോലെ തന്നെ ഈ പണിയും പാളി ഗൈസ്. പകുതിയുടെ പകുതി പോലും ആയില്ല, മണ്ണും തീർന്നു, വിത്ത് തീർന്നിട്ടില്ല ഓൾമോസ്റ്റ്. ഓക്കെ, അപ്പൊ അതിന്റെ വ്യൂ കാണിക്കാം. ഇപ്പൊ 1/3 ആയിന്ന് പറയാം അല്ലേ. നമ്മളിങ്ങനെ ഇട്ട് വന്നു, ആ ഏരിയയിൽ ഇടയിലൊക്കെ കുറച്ചിട്ടു, മണ്ണൊക്കെ ഇട്ട് ഒന്ന് നനച്ച്. അതായത് ഇനി ഇത്രയും സ്ഥലമുണ്ട്. അയ്യോ, ഇപ്പൊ നമ്മള് ഒരു കാര്യത്തിന് ഇറങ്ങിയ തീർക്കണം. അപ്പൊ ഇപ്പൊ തന്നെ പോകുന്നു. മണ്ണ് മേടിക്കണം, കം ഓൺ, ലെറ്റ്സ് ഗോ. വാലടക്കി മണ്ണ് മേടിക്കണം ഗൈസ്. നമ്മൾ ഏത് പണ്ണാലും ഇങ്ങനെ കിട്ടും. അപ്പൊ ഞങ്ങള് മണ്ണും വിത്തും വാങ്ങിട്ട് വരാം. ഇന്നത്തോടെ തീർക്കണം എന്നാണ് ആഗ്രഹം. പക്ഷേ നമ്മുടെ പണി തീരും. വിന്റർ അത്ര അല്ല. അടുത്ത് B&Q പിന്നെ ഹോം ബാർഗെയിൻ അങ്ങനത്തെ ഷോപ്പുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഇപ്പൊ ഓൾമോസ്റ്റ് സീസണൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഒന്നെങ്കിൽ ഏർലി സ്പ്രിംഗില് അല്ലെങ്കിൽ ലേറ്റ്. നമ്മളെല്ലാത്തിനും ലേറ്റ്. മാത്രമല്ല നമുക്ക് വേറെ പണി ഉണ്ടായിരുന്നല്ലോ കണ്ണ. നമ്മുടെ ഉള്ളിലത്തെ പണികളൊക്കെ കുറെ ചെയ്തിട്ട് മണ്ണ് മേടിക്കും, സീഡ് മേടിക്കും, എല്ലാം കൂടെ ഒക്കെ കുഴച്ചിട്ട് എന്തെങ്കിലും ആവുമെന്ന് നോക്കാം. ഒരു 10-15 ദിവസം കഴിയും ഇതിന്റെ ഒരു റിസൾട്ട് അറിയാനായിട്ട്. അപ്പൊ പോയി വാങ്ങാം. ഞാൻ പറഞ്ഞത് വെതർ അത്ര അനുകൂലമാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. മഴ പെയ്യാണ്ട് ഇങ്ങനെ നിൽക്കാച്ച കുഴപ്പമില്ല. പക്ഷെ ഭയങ്കര ശക്തിയായിട്ട് പെയ്താൽ നമ്മൾ ചെയ്ത പണിയൊക്കെ അധികം ശക്തിയായി പെയ്താൽ നമ്മൾ ചെയ്ത പണിയൊക്കെ വെറുതെ. അപ്പൊ നമ്മള് വേഗം പോയിട്ട് സാധനം മേടിച്ച് സെറ്റാക്കട്ടെ. വെതർ ഇത്തിരി മൂടി കെട്ടിയ പോലെ ഇരിക്കണേ. പക്ഷെ ഒരുപാട് സണ്ണി ആയാലും പറ്റില്ല, നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണവും. ഇവിടെ ഭയങ്കര ചൂടാണ് ഇപ്പൊ. അല്ല, എന്നാലും നനച്ചാ മതി. ഇത് മഴ വല്ലാണ്ട് പെയ്താ ഇപ്പൊ ഇട്ട സീഡൊക്കെ ഒലിച്ചു പോകും. നോക്കാം. അപ്പൊ ഞങ്ങള് വേഗം പോയിട്ട് വരാം.
നമ്മൾ അങ്ങനെ മണ്ണ് മേടിച്ചു 6 എണ്ണം 50 ലിറ്റർ, അതായത് 300 ലിറ്റർ വിത്ത് 2 മേടിച്ചോ. ഇനി ഇന്ന് പണിയെടുക്കലേ അപ്പം ഞാനത് കൊണ്ടുവച്ചിട്ട് വരാം കണ്ണാ. ഓക്കെ, ടടാ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നു, ബാക്ക് ടു വർക്കിംഗ് ഡ്രസ്. ബാക്കിയും കൂടെ ചെയ്യാൻ നോക്കുകയാണ്. ആക്ച്വലി ഞങ്ങൾ കടയിൽ പോയപ്പോൾ ടർഫ് പോലെ ഇടാമല്ലോ നമുക്ക്. അത് ആക്ച്വലി മൊത്തം ഇടാൻ വേണ്ടി ഒരു 150 പൗണ്ടേ ആവുള്ളൂ. പിന്നെ ഞങ്ങൾ ഇത്രയും ചെയ്ത സ്ഥിതിക്ക് ഇത് തന്നെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ അടുത്ത കൊല്ലം എങ്ങാനും ടർഫ് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പം ഞാൻ സീഡ് ഇടാൻ പോവാണ്. കണ്ണൻ കാറിൽ നിന്ന് മണ്ണൊക്കെ ഇറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഹെവിയാണ്, ഓരോന്നും 50 ലിറ്റർ ഉണ്ട്. അപ്പം ഞാൻ പകുതി ചെയ്തേക്കാം. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മുടെ പണി തീർന്നു. ഞങ്ങൾ ഫുള്ളായിട്ട് സീഡിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി വെയിറ്റിംഗ് ഗെയിമാണ്. ഒരു 10-12 ദിവസം വെയിറ്റ് ചെയ്തിട്ട് ഇത് മുളയ്ക്കുമെന്ന് നോക്കാം. ഇനി പാച്ചിങ് ഉള്ളിടത്തോ ഒന്നും കൂടെ നമ്മൾ ഓവർ സീഡ് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ ഇനി 10 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം ശരിയാവോ ഇല്ലയോ എന്ന്. ഇതാണ് മേലെ നിന്നുള്ള വ്യൂ. 2 ദിവസമായിട്ട് അത്യാവശ്യം മഴയുണ്ട്. ഭയങ്കര സ്ട്രോങ് അല്ല, എന്നാലും മഴയുണ്ട്. നമ്മൾ ചെയ്ത പണിയൊക്കെ വെറുതെ ഒന്നും അറിയില്ല. വി ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. അപ്പോൾ നോക്കാം. നമ്മളന്ന് ഗാർഡൻ ചെയ്തില്ലേ, അപ്പോൾ ഇന്ന് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ചെയ്തത്, ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഏതാണ്ട് ഒരു വീക്ക് ആയി. അപ്പോൾ നമ്മൾ പ്രോഗ്രസ് നോക്കാം. കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു ഇതിങ്ങനെ മുളയ്ക്കുന്നുണ്ട്, കണ്ടോ? പക്ഷെ എന്നാൽ എല്ലായിടത്തും ഇല്ല, അത് ചില സ്ഥലത്തേ ഉള്ളൂ. അപ്പോൾ എല്ലായിടത്തും ആവുമെന്നൊരു ഐഡിയ ഇല്ല. ആ ഭാഗത്ത് കുറച്ച് മുളച്ചിട്ടുണ്ട്. ഞങ്ങൾ അധികം നടക്കാണ്ട് നോക്കുകയാണ്. ഇതിൽ ഈ ഭാഗത്ത് ഇത്തിരി മണ്ണ് അത്ര മോശമായിരുന്നു, അപ്പോൾ അറിയില്ല. അപ്പോൾ 2-3 ദിവസം വെയിറ്റ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഞങ്ങൾ അപ്ഡേറ്റ് തരാം. നമ്മൾ ഇന്നാൾ ലോൺ ഓവർ സീഡ് ചെയ്തല്ലോ, അതിൻ്റെ അപ്ഡേറ്റ് ആണ്. ഇന്നേക്ക് ആക്ച്വലി 2 വീക്സ് ആയി. നിങ്ങൾക്ക് കാണാം സൈഡിലൊക്കെ അത്യാവശ്യം നല്ല പച്ചപ്പ് പോലെ വന്നിട്ടുണ്ട്. നടുക്കിൽ ഇത്തിരി കുറവാണ്. ഇത് കണ്ടോ, അവിടെ ഒരു മൈന. ഇവരാണ് ഈ ഫുള്ള് സീഡ് കട്ടുകൊണ്ട് തിന്നണ ആൾക്കാർ. നടുക്കിലിങ്ങനെ ബ്ലാക്ക് കാണുന്നത് അവിടെ അധികം മുളയ്ക്കുന്നത് കാണാഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒന്നും കൂടെ പ്രോപ്പറായിട്ട് ഓവർ സീഡ് ചെയ്ത് നല്ല കമ്പോസ്റ്റ് പഴയത് വാങ്ങിയത്ര പോരായിരുന്നു. അപ്പോൾ അത് റിട്ടേൺ ചെയ്തിട്ട് പുതിയത് വാങ്ങിയ ഇട്ടതുകൊണ്ടാണ് ഈ ഒരു പോർഷൻ ബ്ലാക്ക് ആയിട്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ 2 ആഴ്ച മുന്നേ ഉള്ള ചെയ്താണ്. ഒരു കമ്പാരിസന് വേണ്ടി ഞാൻ അപ്പുറത്തെ വീട്ടിലെ ഗാർഡൻ കാണിച്ചുതരാം. കണ്ടോന്നറിയില്ല, കണ്ടോ? അപ്പോൾ നമ്മുടെ ഇത്തിരി ഗ്രീനായിട്ടിരിക്കണത് അവരവിടെ പക്ഷെ അത്യാവശ്യം എന്താ പറയുക ചൂട് കാരണമാണ് അത് അങ്ങനെ ഇരിക്കണം കേട്ടോ. നോക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഒരു എത്ര ദിവസം, എനിക്ക് തോന്നുന്നു ഒരു 4 വീക്സിനുള്ളിൽ അത്യാവശ്യം ഗ്രീനറി ആവും. എന്നാലും ചിലയിടത്ത് നമുക്ക് ഓവർ സീഡ് ചെയ്യേണ്ടി വരും എന്ന് തോന്നുന്നു. അതിനുള്ള വിത്തും ഒരു ഫുൾ 65 ലിറ്റർ മണ്ണും നമ്മുടെ അടുത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ നോക്കാം. ഇതിപ്പോൾ നമ്മൾ ചെയ്തിട്ട് ഏതാണ്ട് 2 വീക്സ് ആയി. കഴിഞ്ഞതിന് മുന്നത്തെ ശനിയാഴ്ചയാണ് ചെയ്തത്, ഇന്ന് തിങ്കളാഴ്ചയാണ്. അപ്പോൾ 15-16 ഡേയ്സ് ആയി. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ സൈഡിലുള്ളത് നമ്മൾ ആദ്യം ചെയ്തതാണ്, അത് ഇത്തിരി ഗ്രീൻ ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നടുക്കിൽ അങ്ങനെ അധികം മുളയ്ക്കാത്തതുകൊണ്ട് നമ്മൾ വാങ്ങിയ മണ്ണ് അത്ര നല്ലതല്ലാന്ന് തോന്നിയിട്ട് നമ്മൾ ഫില്ല് പോലെ വീണ്ടും ചെയ്തതാണ്. അവിടെ വീണ്ടും മുളച്ചിട്ടുണ്ട്. അത്യാവശ്യം നമ്മൾ ഉദ്ദേശിച്ചേക്കാളും നല്ലൊരു ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയും ഗ്യാപ്സ് ഉണ്ടാവാം. അപ്പോൾ നമ്മുടെ അടുത്ത് സീഡ് ഇരിപ്പുണ്ട്, ഒന്നുകൂടെ നമ്മളത് ഓവർ സീഡ് ചെയ്യും. എന്നിട്ട് നോക്കാം. ഇതിപ്പോൾ മുളച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ വേറെ അപ്ഡേറ്റ്സ് കാണിക്കാം. ഇപ്പോൾ ഫുൾ ഗ്രീൻ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് 2 വീക്സ് അപ്ഡേറ്റ് ആണ്. ഞങ്ങൾ കുറച്ച് നാളത്തേക്ക് നാട്ടിലേക്ക് പോവാണ്, ഒരു 3 വീക്സ്. അപ്പോൾ ലോൺ ഇപ്പോഴും ശരിയായിട്ട് വരുന്നുള്ളൂ. ഇവിടെ ഓൾറെഡി വന്നു, ഇനിയും കുറച്ചിങ്ങനെ മുളയ്ക്കാറുണ്ട്. അപ്പോൾ ഇത്തിരിയോടും ഗ്രീൻ ആവും. പക്ഷെ നനയ്ക്കാനൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇന്നലെ ഒരു സ്പ്രിംഗ്ലർ വാങ്ങി ടൈമറൊക്കെ സെറ്റാക്കി വെച്ചു. അപ്പോൾ സ്റ്റാർട്ട് ടൈം 8:40 ഒക്കെ കൊടുത്തിട്ട് അടുത്ത ഒരു 6 മണിക്കൂറിൽ നനയുമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇന്നലെ ആഫ്റ്റർനൂൺ നോക്കിയപ്പോൾ നടന്നില്ല കേട്ടോ. പക്ഷെ ഇന്ന് കാലത്ത് പക്ഷെ ആക്ച്വൽ സ്റ്റാർട്ട് ടൈമിൽ സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ ഒരു 6 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും നനയുമായിരിക്കും. ഇത് മതി നമുക്ക് നമ്മുടെ ഗാർഡൻ നനയാനുള്ള ഒരു സ്പ്രിംഗ്ലർ. ഇത് മതി. അല്ലെങ്കിൽ അപ്പുറത്തേക്കൊക്കെ വീട്ടിലേക്കൊക്കെ പോകും. വേറെ ടൈപ്പൊക്കെ സ്പ്രിംഗ്ലർ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനിത് അധികം ഒരുപാട് നനയണ്ടെന്നുള്ള രീതിയിൽ. ഇപ്പം നമ്മൾ നല്ലോണം നനയ്ക്കണോണ്ടാണെന്ന് അറിയില്ല, എൻ്റെ ഇടയിൽ കുറേ കളകളുണ്ട്.
അതിനിപ്പോൾ പറിച്ച് കളയുമ്പോൾ അതിൻ്റെ കൂടെ പുല്ലൊക്കെ പോരുമല്ലോ. പുല്ലൊക്കെ നല്ലോണം മുളച്ചതിന് ശേഷം അത് പറിച്ച് കളയാന്നാണ് വിചാരിക്കണേ. നോക്കാം. അപ്പോൾ നമ്മൾ അന്ന് ചെയ്ത ഗാർഡൻ വർക്കിൻ്റെ അപ്ഡേറ്റ് ആണ് ഇന്ന്. ഫൈനൽ റിവീൽ. അപ്പോൾ ഞങ്ങൾ 3 ആഴ്ച നാട്ടിൽ പോയിക്കായിരുന്നു. അപ്പോൾ സ്പ്രിംഗ്ലർ വെച്ച് നനയ്ക്കാനുള്ള സൗകര്യം മാത്രം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓടി വന്നിട്ട് ആദ്യം പ്രാർത്ഥിച്ചു. എന്നിട്ട് വന്നിട്ട് ആദ്യം ചെക്ക് ചെയ്ത സംഭവം നമ്മുടെ ഗാർഡനാണ്. അപ്പോൾ ഇതാണ് 5 to 6 വീക്ക് റിവീൽ ചെയ്യുന്നതിന് മുന്നേ ആരും കാണല്ലേ. ഓക്കെ. 5 to 6 വീക്ക് കഴിഞ്ഞിട്ടുള്ള ഗാർഡന്റെ ട്രാൻസ്ഫോർമേഷൻ കാണാം. അപ്പോൾ ഞങ്ങളുടെ ലോൺ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ നോക്കിയിട്ട് കമന്റിൽ പറയണം. എന്തെങ്കിലും സജഷൻസ്, ഒപ്പീനിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഗാർഡൻ കാണിച്ചു കൊടുക്കാം അവർക്ക്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗാർഡൻ ഇപ്പം ഇരിക്കുന്ന കോലം. വെയിലാണ്, ചെറിയ പാച്ച് വർക്കൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളത് എക്സ്പെക്ട് ചെയ്തായിരുന്നു. പോകും മുന്നേ നമുക്കതൊന്ന് സെറ്റാക്കിയിട്ട് പോകാനുള്ള സമയം കിട്ടിയില്ല അല്ലേ. ബട്ട് ഹാർഡ് വർക്ക് പേസ് ഓഫ്. അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങളിതാ അതും പഠിച്ചിരിക്കുകയാണ്. ഇനി ഞാൻ മേലെ നിന്നുള്ളൊരു വ്യൂ കൂടെ എടുത്ത് കാണിക്കാം. അപ്പോൾ ഇതാണ് മേലെ നിന്നുള്ള വ്യൂ. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും നന്നായിട്ട് നല്ല പച്ചപ്പോട് കൂടെ നിൽക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ റെഫറൻസിന് അപ്പുറത്തെ വീടിൻ്റെ കാണിക്കാം, ജസ്റ്റ് റെഫറൻസിന്. അപ്പോൾ ഇതാണ്, ഞങ്ങൾ വെരി മച്ച് സാറ്റിസ്ഫൈഡ് ആണ്. അവിടെ ഇപ്പം ഏതാണ്ട് ഈ ഭാഗത്തായിട്ട് ഇത്തിരി പാച്ചിങ് ഉണ്ട്, പക്ഷെ അത് നമ്മൾ ചെയ്യും. പലയിടങ്ങളിലെ പുല്ലിന് പല വലിപ്പമായതുകൊണ്ട് ഞങ്ങളൊന്ന് മൂവ് ചെയ്യാൻ തീരുമാനിച്ചു. മൂവറിലുള്ള ഏറ്റവും ലോവസ്റ്റ് സെറ്റിങ്ങിലിട്ട് ഞങ്ങളൊന്ന് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ മാക്സിമം അധികം പുല്ല് പോവാതെയും എന്നാൽ യൂണിഫോം ആയിട്ടുള്ള സൈസിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ മൂവ് ചെയ്ത് വിടുന്നത്. അപ്പോൾ ഞങ്ങൾ ലോണൊന്ന് ചെറുതായിട്ട് മൂവ് ചെയ്തു അല്ലേ. അധികം ഒരുപാട് ആഴത്തിലല്ല എന്നാലും, പക്ഷെ ഇപ്പോൾ ഇത്തിരി കൂടി യൂണിഫോം ടർഫ് പോലെ ആക്കി. ഇനി ഇത് ഈക്വലി ഇതുപോലെ ചെയ്യണം. എത്ര വീക്ക് കൂടുമ്പോൾ ചെയ്യണമെന്ന് അറിയില്ല. നല്ലൊരു 4 weeks മന്ത്ലി വൺസ് ഒക്കെ ചെയ്യണമെന്നാണ് തോന്നുന്നത്. ബിക്കോസ് 6 വീക്കിൽ ഇത്രയും ആയെങ്കിൽ വിൽ ഹാവ് ടു ഡു ഇറ്റ്. അപ്പോൾ ഇപ്പം അടിപൊളിയായി, ഇത്രയും കൂടെ അല്ലേ, ഇത്രയും കൂടെ രസമായി. അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോ. കുറച്ച് പാച്ചിങ് ഉള്ളത് നമ്മളിത് കഴിഞ്ഞ് ചെയ്യും അല്ലേ. ഇനിയിപ്പോൾ അതിൻ്റെ അപ്ഡേറ്റിനായിട്ട് നമ്മൾ ഇരിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമുക്ക് ഉടനെ ഇടാം. ഓക്കെ.